أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هو الذي أنزل عليك الكتاب منه آيات محكمات هن أم الكتاب وأخر متشابهات فأما الذين في قلوبهم زيغ فيتبعون ما تشابه منه ابتغاء الفتنة وابتغاء تأويله وما يعلم تأويله إلا الله والراسخون في العلم يقولون آمنا به كل من عند ربنا وما يذكر إلا أولو الألباب ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا إنك جامع الناس ليوم لا ريب فيه إن الله لا يخلف الميعاد. അപ്പോൾ നമ്മൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു വിഷയം. അതായത് വിശുദ്ധ ഖുർആനിൽ എന്തുണ്ട്? വ്യക്തമായ വചനങ്ങളും അതേപോലെ തന്നെ പരസ്പര സാദൃശ്യമുള്ള വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളൊക്കെ ആവശ്യമായി വരുന്ന, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതായ വിധികളും വചനങ്ങളും ഉണ്ട് എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ പൊതുവേ ഇതിൽ മനസ്സിലാക്കേണ്ട പല ആളുകൾക്കും വളരെ വലിയ തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന ഒരാശയമാണ്. അപ്പോൾ ഖുർആനിൽ നമുക്ക് മനസ്സിലാകാത്ത കുറേ കാര്യങ്ങളുണ്ട് എന്നാണോ ഈ പറയുന്നത്? മുഹ്കം, അതേപോലെ തന്നെ മുതശാബിഹ്. മുഹ്കം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഏറ്റവും വ്യക്തമായി പറഞ്ഞത്, സുവ്യക്തമായി പറഞ്ഞത് എന്നാണ്. പല നിലക്ക് അർത്ഥങ്ങൾ പറയാൻ പറ്റും. വ്യക്തതയോടുകൂടെ പറഞ്ഞത്, അതായത് ഏറ്റവും ശക്തമായത്, അതേപോലെ തന്നെ യുക്തിമത്തായത്, സുവ്യക്തമായത്, നിയമപരമായി ബലമുള്ളത് എന്നൊക്കെ പറയുന്നതാണ് മുഹ്കം. എന്നാൽ മുതശാബിഹ് എന്ന് പറഞ്ഞാൽ പരസ്പര സാദൃശ്യമുള്ളത്, അന്യോന്യം ഏകദേശം ഒരുപോലെ തോന്നിക്കുന്നത് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷെ ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തോ കുറച്ച് അവ്യക്തതകളൊക്കെ ഖുർആൻ ചില കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഉണ്ടോ എന്നതല്ല യഥാർത്ഥത്തിൽ ഇതിൻ്റെ അർത്ഥം. കാരണം വിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമായി മറ്റൊരിടത്ത് പറയുന്നുണ്ട്, കിതാബുൻ ഉഹ്കിമത്ത് ആയാത്തുഹു. വിശുദ്ധ ഖുർആൻ അതിൻ്റെ വചനങ്ങളെല്ലാം സുവ്യക്തമാണ്. സുമ്മ ഫുസ്സിലത്ത്, പിന്നെ അത് വിശദീകരിക്കപ്പെട്ടു, വ്യക്തമാക്കപ്പെട്ടു. മില്ലദുൻ ഹക്കീമിൻ ഖബീർ, സൂക്ഷ്മജ്ഞാനിയും യുക്തിജ്ഞാനിയുമായ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന്. അപ്പൊ ഖുർആൻ എല്ലാം വ്യക്തതയുള്ളതാണെന്നാണ് പൊതുതത്വം. അതിനൊരിക്കലും ഈ ആയത്ത് എതിരല്ല. വിശുദ്ധ ഖുർആൻ ഏതു മനുഷ്യനും മനസ്സിലാകുന്ന, പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന വ്യക്തതയുള്ള ഒരു കാര്യമാണ്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. ഖുർആനെ നാം എളുപ്പമാക്കിയിട്ടുണ്ട്, ചിന്തിക്കുന്നവനുണ്ടോ, ആലോചിക്കേണ്ടത്. അപ്പം ആർക്ക് വായിച്ചാലും ഖുർആൻ എന്ത് ചെയ്യും? അതിൻ്റെ ആശയങ്ങൾ ഒരാൾക്ക് വ്യക്തമാകുന്നതാണെന്ന്. അപ്പം ആ വ്യക്തതക്കുറവിനെ കുറിച്ചല്ല ഈ പറയുന്നത്. ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നാലും നമുക്ക് മനസ്സിലാവാത്ത ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ സ്വർഗത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞെന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാവും? നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്ത സുഖസൗകര്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കല്ലാതെ സ്വർഗത്തിലെ എന്തെങ്കിലും ഒരു കാര്യത്തെ
അതിന് സാദൃശ്യമായിട്ട് എന്തെങ്കിലും ഈ ഭൂമിയിൽ ഉണ്ടെങ്കിലല്ലേ നമുക്ക് പറ്റുള്ളൂ. ഇപ്പൊ സ്ഥലം ഖുറാനിൽ മുന്തിരി ഉണ്ട് പറയുന്നുണ്ട്, മുന്തിരി ഉണ്ട്. പക്ഷേ മുന്തിരി പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ബാക്കി രൂപം മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളത് അവിടെ ഉള്ളത് അതല്ലാതെ. മാത്രമല്ല ഖുർആൻ തന്നെ സ്ഥലത്ത് പറയുന്നുണ്ട്, ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുറത്തി അയുൻ. കണ്ണിന് ആനന്ദമേകുന്ന എന്തെല്ലാമാണ് സ്വർഗത്തിൽ അള്ളാഹു തയ്യാറാക്കി വെച്ചത് എന്ന് ഫലാ തഅലമു നഫ്സുൻ, ഒരാൾക്കും മനസ്സിലാക്കുക സാധ്യമല്ല. നമ്മുടെ വിഭാവനകൾക്കും ഊഹങ്ങൾക്കുമൊക്കെ അപ്പുറത്തുള്ള ഒരു കാര്യത്തെ നമുക്ക് എങ്ങനെ ചിന്തിക്കാൻ പറ്റും എന്നാണ് ആലോചിക്കുന്നത്. ഇപ്പോ സമുദ്രത്തിൻ്റെ അടിത്തട്ട് അപ്പൊ നമുക്ക് ആരെങ്കിലും പറഞ്ഞു തരികയാണെങ്കിൽ അത് എത്ര നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? അതിശക്തമായ കൂരിരുട്ട്, അതിൽ ധാരാളക്കണക്കിന് വൈവിധ്യമാർന്ന ജീവജാലങ്ങൾ, ജന്തുജാലങ്ങൾ. എങ്ങനെയാ നമ്മുടെ ഭാവനയിൽ നമ്മൾ കാണാത്ത ഒന്ന് ഭാവനയിൽ കാണണമെങ്കിൽ തന്നെ നമുക്ക് പ്രശ്നമാണ്. ഇപ്പൊ നമ്മുടെ സ്വപ്നങ്ങൾക്ക് പോലും അപ്പുറത്ത് നിൽക്കുന്ന ഒരു സ്വർഗത്തെ എങ്ങനെ കാണും? അങ്ങനെ ചില കാര്യങ്ങളുണ്ട് നമുക്ക് വ്യാഖ്യാനിക്ക് പറഞ്ഞു തരാൻ പറ്റാത്തൊരു കാര്യം. അപ്പൊ അള്ളാഹുവിൻ്റെ സിംഹാസനം, അർശ്, അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കും? അത് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നല്ലാതെ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റും? അപ്പൊ അങ്ങനെ അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും ഗുണങ്ങളൊക്കെ ആണെങ്കിലും അതിനെ സമ്പൂർണമായി മനസ്സിലാക്കുക എന്നുള്ളത് മനുഷ്യൻ എന്തല്ല, സാധ്യമല്ലാത്ത കാര്യമാണ്. അപ്പൊ അതൊക്കെയാണ് ഈ മുഹ്കമാത്ത് മുത്തശാബിഹാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പൊതുവെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വ്യക്തമായത് എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിൻ്റെ അടിത്തറയാണ്. അതായത് അതിലാണ് എന്ത് ചെയ്യണത്, ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ നിയമങ്ങളെ കുറിച്ചാണ് എന്ത് ചെയ്യണത് അതിൽ പറയണത്. അപ്പോൾ വ്യക്തതയുള്ള ഇസ്ലാമിൻ്റെ എല്ലാ ആശയങ്ങളെയും അടിത്തറകളും രൂപീകരിച്ചെടുക്കപ്പെട്ട കാര്യങ്ങൾ, ആ കാര്യങ്ങൾ എന്താണ് അടിസ്ഥാനപരമായിട്ടുള്ള സംഗതികൾ, അതൊക്കെ നമുക്ക് ഏറ്റവും വ്യക്തമായതാണെന്നാണ്. നമ്മളിങ്ങനെ വായിച്ചിട്ട് ഇങ്ങനെ പറയാം, അപ്പോൾ കുറച്ചും കൂടി വ്യക്തമാവും. എന്താണ്? ഹുവല്ലദീ അൻസല അലൈക്കൽ കിതാബ, അവനാണ് നിന്റെ മേൽ വേദഗ്രന്ഥം അവതരിപ്പിച്ചവൻ. നബിനോട് അല്ല പറയാണ്, ഈ ഗ്രന്ഥം നിന്റെ മേൽ ഇറക്കി തന്നത് അള്ളാഹുവാണ്. അള്ളാഹുവിൻ്റെതാണ് ഈ വാക്കുകളും ആശയങ്ങളും എല്ലാം അള്ളാഹുവിൻ്റെതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, എന്താ പറയുക, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലോജിക്കാണ്. എന്ത്? അള്ളാഹുവിൻ്റെതാണ് ഖുർആനെങ്കിൽ അള്ളാഹു ചെയ്യുന്നതൊന്നും മറ്റൊരാൾക്കും ചെയ്യാൻ സാധ്യമല്ലല്ലോ. അതല്ലേ അള്ളാഹു എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞതുപോലെ പറയാൻ ഒരാൾക്ക് കഴിയുമെങ്കിൽ അവൻ ആരായിരിക്കും? ദൈവീകത ഉള്ള ഒരാളാവൂലേ? അതുകൊണ്ട് അള്ള പറഞ്ഞ മാതിരി ആർക്കും പറയാൻ പറ്റൂല. അതുകൊണ്ട് ഈ ഖുർആൻ പോലെ ഒരാൾക്ക് ഒരു ഖുർആൻ പറയാൻ പറ്റൂല. പറയാൻ പറ്റുമെന്ന് ആരെങ്കിലും പറയുകയോ പറയാൻ പറ്റുമെന്ന് സ്ഥാപിക്കപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ അപ്പം എന്ത് ചെയ്തു? മുഹമ്മദ് നബി പ്രവാചകൻ അല്ലാതാകും, പ്രവാചകത്വം തെളിയിക്കപ്പെടാതെ പോകും. അപ്പൊ അള്ളാഹു പറഞ്ഞതുപോലെ ആർക്കും എന്തല്ല പറയാൻ സാധ്യമല്ല. ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ ശരിയാന്ന് തോന്നും, പക്ഷെ ആത്യന്തികമായി ചിന്തിക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും, അത് തെറ്റായിട്ടാണ് എന്ത് ചെയ്യാൻ മനസ്സിലാകും. ഇപ്പോൾ ഒരു ലേഡി പറഞ്ഞു, എന്താണ്, നമ്മൾ ഈ മൃഗങ്ങളൊന്നും ഭക്ഷിക്കാൻ പറ്റൂല. മൃഗങ്ങളൊക്കെ എന്താ വെച്ചാൽ മറ്റ് ജീവികളെയൊക്കെ കൊന്നു തിന്നണതാകുന്നത് കൊണ്ട് എന്ത് ചെയ്യും, അത് തിന്നുന്ന ആളുകളിൽ ഒരു ക്രൂരതയും അതേപോലെ തന്നെ ഒരു വന്യതയും ഒക്കെ വരും. അതുകൊണ്ട് മാംസം ഭക്ഷിക്കുന്ന ആൾക്കാരൊക്കെ ഭയങ്കര ക്രൂരന്മാരും ആൾക്കാരൊക്കെ അയക്കാറും എന്താണ്. അപ്പൊ ചിലപ്പോഴൊക്കെ കേൾക്കുമ്പോൾ അത് ശരിയാന്ന് തോന്നുന്നു. അത് ശരിയാ, ഏതെങ്കിലും നിലക്ക് ഈ മാംസം ഭക്ഷിക്കൂലാന്ന് തീരുമാനിക്കാൻ പറ്റുന്ന എന്താ വെച്ചാൽ പച്ചക്കറിയൊക്കെ ഇവിടെ കിട്ടുന്നതുകൊണ്ടാണ്. ചില നാട്ടിലൊക്കെ എന്താ വെച്ചാൽ വെറും മാംസം ഭക്ഷിച്ച് ജീവിക്കേണ്ട നാടുകൾ, സ്ഥലങ്ങളുണ്ട്. ഇനി ആപേക്ഷികമായി നോക്കുക, പച്ചക്കറി മാത്രമേ തിന്നുള്ളൂ എന്ന് വിചാരിക്കുന്ന ആൾക്കാർ വളരെ മാന്യന്മാരും ആളുകളോട് ദയുള്ളവരും ആണോ? അങ്ങനെയാണോ ഇപ്പൊ തെളിയിക്കപ്പെടുന്നത് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. മനസ്സിലായില്ലേ? ഈ മാംസം തിന്നുന്ന ആൾക്കാരുടെ മനുഷ്യപ്പറ്റൊന്നും എന്തില്ല, ഇങ്ങനെ ചെയ്യുന്ന മാംസം കോഴിമുട്ട പോലും തൊടൂല എന്ന് പറയുന്ന ആൾക്കാരിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പം അത് വെറുതെ ഒരു ഇത് ഞാനിങ്ങനെ ആലോചിച്ചത്, ഖുർആൻ എന്തെങ്കിലും ഒരു ആശയം പറഞ്ഞിട്ട്
അത് പിന്നീട് എന്ത് ചെയ്യുക, ഇതുപോലെ നമ്മൾ ചിന്തിക്കുമ്പോൾ അതൊരു വൈരുദ്ധ്യമാണ്. ആദ്യം ശരിയാന്ന് തോന്നുക, പിന്നെ വിശദീകരിച്ച് ചിന്തിച്ച് പോകുമ്പോൾ അത് തെറ്റാൻ തോന്നുക. അങ്ങനെ ഒരു ആശയം ഖുർആനിൽ ഇല്ല. അത് എന്തുകൊണ്ടാ വെച്ചാൽ അത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ളതാകുന്നത് കൊണ്ട് അതിൽ അങ്ങനത്തെ ഒരു വൈരുദ്ധ്യങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവൂല എന്നുള്ളതാണ്. അപ്പൊ അള്ളാഹു ആണ് ഈ ഗ്രന്ഥം നിനക്ക് ഇറക്കി തന്നത്. അള്ളാഹ് പറയാണ്, മിൻഹു, ആ ഗ്രന്ഥത്തിലുണ്ട് ആയാത്തുൻ മുഹ്കമാത്ത്, എന്താണ്, വ്യക്തതയുള്ള വചനങ്ങൾ, ദൃഢപ്രധാനമായ വചനങ്ങൾ. ഈ ഹുക്കുമ്, ഹക്കമ, ഈ ഹാ കേഫ് മീമ് വരുമ്പോൾ കുറേ അർത്ഥമുണ്ട്. ഹുക്കും വിധി എന്നുള്ള അർത്ഥമുണ്ട്, ശക്തിപ്പെടുത്തുക എന്ന അർത്ഥമുണ്ട്, യുക്തി എന്നുള്ള അർത്ഥമുണ്ട്, അറിവ് എന്നുള്ള അർത്ഥമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഇതിനെല്ലാം കൂടെ പ്രതിനിധീകരിക്കുന്നൊരു വാക്കാണ് എന്താണ് മുഹ്കമാത്ത് എന്നുള്ളത്. ഇപ്പൊ ദൃഢമായ വചനങ്ങൾ, വ്യക്തതയുള്ള വചനങ്ങൾ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ സുവ്യക്തമായ വചനങ്ങൾ അതിലുണ്ട്. അപ്പൊ സുവ്യക്തമായ വചനങ്ങൾ ആ ഖുർആനിലുണ്ട്. വ്യക്തത എല്ലാ നിലക്കും നമുക്ക് എന്താണ് അടിസ്ഥാനപരമായി മനസ്സിലാകുകയും വ്യക്തമാവുകയും ചെയ്യുന്ന വചനങ്ങൾ എന്തുണ്ട്, ഖുർആനിലുണ്ട്. ഹുന്ന ഉമ്മുൽ കിതാബ്, ഹുന്ന ഉമ്മുൽ കിതാബ്, അതാകുന്നു എന്താണ് ഇതിന്റെ അടിസ്ഥാനം, മൂലകേന്ദ്രം. ഈ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനം എന്താകുന്നു, ആ തത്വങ്ങളാകുന്നു എന്നാണ് പറയുന്നത്. ഹുന്ന ഉമ്മുൽ കിതാബ് ഐ അസ്ലുഹുല്ലദീ യർജിഉ ഇലൈഹി കുല്ലു മുത്ത, എല്ലാ മുതശാബിഹുകളും എല്ലാ സംശയങ്ങളും തീർക്കാൻ പറ്റുന്ന വ്യക്തതയുള്ളതാകുന്നു അത് എന്നാണ്. അതാണ് വഹിയ മുഅല്ലമുഹു അക്സറുഹു, ഖുർആനിൽ ഏറ്റവും അധികം കാണുക, ഏറ്റവും വ്യക്തതയുള്ള, ആശയ വ്യക്തതയുള്ള ഈ ആയത്തുകളാണ് അധികം കാണുക എന്നാണ്. എന്നാൽ ഉഖറു മുതശാബിഹാത്ത്, മറ്റൊരു വിഭാഗമുണ്ട് അതിൽ, അത് മുതശാബിഹാത്താണ്. എന്താണ്, പരസ്പര സാദൃശ്യമുള്ളതായിട്ടുള്ള വചനങ്ങളുണ്ട്. എൽതബിസു മഅനാഹ അല കതീരി മിനൽ അദ്ഹാൻ, ധാരാളം ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്. അപ്പൊ അത് ആപേക്ഷികാണെന്നാണ് പറയുന്നത്. ഒരു പണ്ഡിതനെ ചിലപ്പോൾ മനസ്സിലാവും, വിവരമില്ലാത്ത ഒരാൾക്ക് എന്താവും മനസ്സിലാകാതെ പോകുന്നതാണ്. ചിലപ്പോൾ ഔ യതബാദറു ഇലാ ബഅദിൽ അഫ്ഹാം മിൻ ഗൈരിൽ മുറാദിമിൻ, ചില ആൾക്കാർക്ക് ഇത് കേൾക്കുമ്പോൾ എന്ത് ചെയ്യും, തിരിയും. ചില ആളുകൾക്ക് അത് മനസ്സിലാകാതെ പോകും. അപ്പൊ എന്താ ചുരുക്കം, അന്ന മിൻഹ ആയാത്തുൻ ബയ്യിന വാളിഹ ലികുല്ലി അഹദ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അതിന്റെ അർത്ഥം ഇങ്ങനെ പറയാം, എല്ലാവർക്കും വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന ചില വചനങ്ങൾ ഖുർആനിലുണ്ട്. അത്തരം വചനങ്ങളാണ് ഖുർആനിലെ ഭൂരിഭാഗം വചനങ്ങളും. എന്നാൽ ചില ആളുകൾക്ക് സംശയങ്ങൾ ഉണ്ടാകുന്ന, ചില ആശയക്കുഴപ്പങ്ങളും അവ്യക്തതകളും ഉണ്ടാകുന്ന, വിശദീകരിച്ച് വ്യക്തമാക്കി കൊടുക്കേണ്ടി വരുന്ന ചില വചനങ്ങളും എന്തുണ്ടായിരിക്കും, വിശുദ്ധ ഖുർആനിൽ ഉണ്ട് എന്നാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയുമ്പോൾ എന്താണ്, അത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. അതായത് ഒരു വിശദീകരണങ്ങളുമില്ലാതെ പെട്ടെന്ന് ഒരാൾക്ക് മനസ്സിലാകുന്ന വചനങ്ങൾ, എന്നാൽ ചില ആശയക്കുഴപ്പങ്ങളുള്ള വചനങ്ങളുണ്ട്. ഇപ്പോൾ വിശദീകരിച്ച് തന്നാലും നമുക്ക് മനസ്സിലാകാത്ത ചില ആശയങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഹുവല്ലദീ അൻസല അലൈക്കൽ കിതാബ മിൻഹു ആയാത്തു മുഹ്കമാത്ത് ഹുന്ന ഉമ്മുൽ കിതാബ് വ ഉഖറു മുതശാബിഹാത്ത്. ഇനി എന്താ പറയുക, അമ്മല്ലദീന ഫീ ഖുലൂബിഹിം സൈഗ്, എന്നാൽ ഹൃദയങ്ങളിൽ വക്രതയുള്ള ആളുകൾ, ഹൃദയങ്ങളിൽ വക്രതയുള്ള ആളുകൾ, അതായത് ഇതൊന്നും സ്വീകരിക്കാൻ തയ്യാറില്ലാതെ, ഇതൊന്നും ശരിയാകരുതേ എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഇപ്പൊ ഈ ഇസ്ലാമെന്ന് പുറത്തുപോയി ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകളെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അവര് എന്തെല്ലാം നല്ല നല്ല ആശയങ്ങൾ ഖുർആനിലുണ്ട്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ല നല്ല ആശയങ്ങളും ഗുണങ്ങളും, അത് സ്വീകരിച്ച് ജീവിക്കുന്ന മുസ്ലിങ്ങളിൽ അതിൻ്റെ എന്തെല്ലാം നന്മകളുണ്ട്. ഏതെങ്കിലും ഒന്ന് പറയോ ഏതെങ്കിലും ഒന്ന് പറയില്ല. ആ നന്മകളൊന്നും പറയില്ല. എന്നാൽ എന്താ പറയുള്ളൂ, ഒരു നിലക്കും ഇസ്ലാമിനോട് ചേർത്ത് പറയാൻ പറ്റാത്ത, തികച്ചും എന്താണ് അന്യായമായിട്ടുള്ള കാര്യങ്ങൾ എത്ര വിശാലമായിട്ടാണ് അത് വിശദീകരിക്കും പറയുകയും ചെയ്യുന്നത്. അപ്പം അത് മതി അവർക്ക് അതേ ആവശ്യമുള്ളൂ എന്നാണ്. പെട്ടെന്ന് ആളുകൾക്ക് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകാത്ത ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നവ മാത്രം തെരഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ച് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർ, അതിൻ്റെ പിന്നാലെ പോണ ആൾക്കാർ. അപ്പൊ അമ്മല്ലദീന ഫീ ഖുലൂബിഹിം സൈഗ് ഫയത്തബിഊന മാ തശാബഹ മിൻഹു, അതിൽ എന്താണ്
ആശയ വ്യക്തതയില്ലാത്ത കാര്യങ്ങളെ അവരെന്ത് ചെയ്യുന്നു, പിൻപറ്റുന്നു. എന്തിനാണ് അവരിന്റെ ഇബ്തിഗാ അൽ ഫിത്ന, കുഴപ്പം ആഗ്രഹിച്ചുകൊണ്ട്, വബ്തിഗാ തഅ്വീലിഹി, അതേപോലെ തന്നെ എന്താണ് വ്യാഖ്യാനം അഥവാ അതിന്റെ വ്യാഖ്യാനത്തെ ആഗ്രഹിച്ചുകൊണ്ടും അതേപോലെ തന്നെ കുഴപ്പത്തെ ആഗ്രഹിച്ചുകൊണ്ടും ആണ് എന്ത് ചെയ്യണത്, അവരതിനെ പിൻപറ്റുന്നത് എന്നാണ്. വമാ യഅലമു തഅ്വീലഹു ഇല്ലല്ലാഹ്. അപ്പൊ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഫയത്റുകുനൽ മുഹ്കം അൽ വാദിഹ്, വ്യക്തതയുള്ള ആശയങ്ങളൊക്കെ അവർ വിട്ടുകളയും. എന്നിട്ട് വയദ്ഹബൂന ഇലൽ മുതശാബി, ആശയ വ്യക്തതയില്ലാത്തവരെ തേടി പോകുന്നതാണ്. ശരിക്ക് വേണ്ടത് എന്താണ്, ആശയ വ്യക്തതയില്ലാത്തതിനെ തൽക്കാലം മാറ്റിവെച്ച് ആശയ വ്യക്തതയുള്ളതിൻ്റെ കൂടെ പോവുകയാണ് വേണ്ടത്. എന്നാൽ ഈ കുഴപ്പം ആഗ്രഹിക്കുന്ന ആൾക്കാർ നേരെ തിരിച്ചാണ്, വ്യക്തതയുള്ള വചനങ്ങളെ ഉപേക്ഷിച്ച് വ്യക്തതയില്ലാത്ത വചനങ്ങളിലേക്ക് അവർ പോകുന്നതാണ്. കാരണം അതുകൊണ്ട് അവർ ആഗ്രഹിക്കുന്നത് എന്താണ്, ആളുകൾക്ക് ആശയക്കുഴപ്പമുണ്ടാക്കുക, എന്നിട്ട് കുഴപ്പമുണ്ടാക്കലാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നാണ് കേട്ടോ. പിന്നെന്താ പറഞ്ഞത്, വമാ യഅലമു തഅ്വീലഹു ഇല്ലല്ലാഹ്, വമാ യഅലമു തഅ്വീലഹു ഇല്ലല്ലാഹ്, അതിന്റെ വ്യാഖ്യാനം അള്ളാഹുവിനല്ലാതെ അറിയുകയില്ല താനൊന്നാണ്. അങ്ങനെയുണ്ട്, അള്ളാഹുവിന് മാത്രം അറിയുന്ന. ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ എന്താണ്, അത് എത്ര പറഞ്ഞു തന്നാലും നമുക്ക് എന്ത് ചെയ്യൂല, വളരെ വ്യക്തതയോടുകൂടെ മനസ്സിലാകാതെ പോകുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയോട് ചോദിക്കുന്നുണ്ട്, മഹാപണ്ഡിതനാണ്, മദ്ഹബിന്റെ ഇമാമാണ്. അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അർറഹ്മാനു അലൽ അർശി ഇസ്തവ, അള്ളാഹു അവന്റെ സിംഹാസനത്തിൽ ഇസ്തിവാ ചെയ്തു, ആ സിംഹാസനത്തിൽ ഇസ്തിവാ ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോ ആ ചോദിക്കുന്ന ആൾ കൈഫസ്തവ, എങ്ങനെയാണ് അള്ളാഹു ആ അർശിൽ ഇരുന്നത്, അല്ലെങ്കിൽ ആ ഇസ്തിവാ ചെയ്തത് എങ്ങനെയാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, അൽ ഇസ്തിവാഉ മാലൂമുൻ, അള്ളാഹു അവന്റെ അർശിൽ ഉപവിഷ്ടനായി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഗതി ഉണ്ട്, അതില്ലാന്ന് ആർക്കും പറയാൻ പറ്റൂല. അള്ളാഹ് പറയാണ്, അവന്റെ സിംഹാസനത്തിൽ അവൻ എന്തായിട്ടുണ്ട്, ഇസ്തിവാ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാലുണ്ട്. എന്നാൽ വൽ കൈഫ് മജ്ഹൂലുൻ, എങ്ങനെയാണതെന്ന് ചോദിക്കരുത്. കാരണം സൃഷ്ടിയെപ്പോലെ അല്ല ഒരിക്കലും സ്രഷ്ടാവ്. അതുകൊണ്ട് സ്രഷ്ടാവിന്റെ ഒരു പ്രവർത്തനവും സൃഷ്ടികൾക്ക് സാമ്യമല്ല. അപ്പൊ നമുക്ക് നമ്മളോട് സാമ്യമല്ലാത്ത ഒന്നിനെ വിശദീകരിക്കുക നമുക്ക് എന്തല്ല, സാധ്യമല്ല. സാമ്യത ഉള്ളതല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ഇരിക്കുന്നത് എന്തിനാണ്, നമ്മളിന്ന് ഇരിക്കുമ്പോൾ ആ ഇരിക്കുന്ന പീഠത്തെ നമ്മൾ ആശ്രയിക്കണില്ലേ, പിന്നെ ആ പീഠമാണല്ലോ നമ്മളെ താങ്ങുന്നത്. അള്ളാഹു ഒന്നിനെയും ആശ്രയിക്കാത്തവനാണ്, ആശ്രയത്വമേ ആവശ്യമില്ല. അപ്പൊ അള്ളാഹുവിന്റെ ഇസ്തിവാവും നമ്മളെ ഇസ്തിവാവും തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഒരിക്കലും പരസ്പരം സാദൃശ്യപ്പെടുത്താനോ ബന്ധപ്പെടുത്താനോ പറ്റില്ല. അപ്പൊ അത് അള്ളാഹുവിൻ്റെതൊക്കെ നമുക്ക് അറിയില്ല എന്ന് വെക്കാനേ പറ്റുള്ളൂ. ആ പറഞ്ഞു തന്നത് അതുപോലെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് സാധ്യമാകുന്ന കാര്യമുള്ളൂ. എന്നിട്ടോ അൽ ഇസ്തിവാഉ മാലൂമുൻ, അള്ളാഹുവിന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി എന്നത് സത്യമാണ്, അതൊരു ശരിയായ കാര്യമാണ്. വൽ കൈഫു മജ്ഹൂൽ, അതെങ്ങനെയാന്നുള്ളത് അറിയില്ല. വൽ ഈമാനു ബിഹി വാജിബ്, അങ്ങനെ ഇസ്തിവാ ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കൽ നിർബന്ധവുമാണ്. ഇനി അതെങ്ങനെയായിരിക്കും ഒരാൾ ചോദിക്കാൻ പറ്റുമോ? വസ്സുആലു അൻഹു ബിദ്അ, അങ്ങനെ ചോദിക്കുന്നത് എന്താണ്, ബിദ്അത്ത്, മതത്തിൽ ഒരു ഇല്ലാത്ത കാര്യമാണ്, അങ്ങനെ ചോദിക്കാൻ പാടില്ല. എത്ര ക്ലിയർ ആണത്? അങ്ങനെ ഉണ്ട് എന്ന് അള്ളാഹ് പറഞ്ഞാൽ ഉണ്ട്, എങ്ങനെയെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യില്ല, അറിയില്ല. എന്നാൽ ഉണ്ടെന്ന് വിശ്വസിക്കണ്ടേ? ഉറപ്പായിട്ട് വിശ്വസിക്കണം. ഇനിയോ അത് എങ്ങനെയാണെന്ന് ചോദിക്കൽ എന്താണ്, മതത്തിൽ പാടില്ലാത്ത കാര്യമാകുന്നു. ഇതന്നെയാണ് അള്ളാഹുവിൻ്റെ എല്ലാ നാമഗുണ വിശേഷണങ്ങളെക്കുറിച്ചുള്ള അവസ്ഥ. അള്ളാഹുവിൻ്റെ എന്ത് വിശേഷണങ്ങളാണെങ്കിലും അത് മാലൂമത്താണ്, കൈഫിയത്തുക മജ്ഹൂലത്താണ്, വൽ ഈമാൻ ബിഹി വാജിബ് വസ്സുആലു അൻഹ ബിദ്അ. പറഞ്ഞാൽ കഴിഞ്ഞ് എല്ലാം. ശരി, അതാണ് സംഗതി. ഇപ്പോ അള്ളാഹിനെ ആരാ സൃഷ്ടിച്ചതെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അള്ളാഹിനെ ആരാ സൃഷ്ടിച്ചതെന്നില്ല ഇനിയൊരു മറുപടി പറഞ്ഞു വിചാരിക്കുക. അപ്പൊ എന്താ അടുത്ത ചോദ്യം? അതിനെ ആരാ സൃഷ്ടിച്ചതെന്നല്ലേ അടുത്ത ചോദ്യം, അല്ലേ? അതിനെ ആരാ സൃഷ്ടിച്ചതെന്നല്ലേ അടുത്ത് ചോദിക്കുക.
അപ്പൊ അള്ള സൃഷ്ടാവാണ്, സൃഷ്ടിയല്ലാത്ത ഒന്നിനെ ആര് സൃഷ്ടിച്ചു എന്ന ചോദ്യം തന്നെ എന്താണ്? ബുദ്ധിയില്ലാത്ത ചോദ്യമാണ്. അപ്പൊ നമ്മൾ അള്ളാഹു എന്ന് പറയുമ്പോൾ അത് എല്ലാറ്റിനും വ്യത്യസ്തമായ ഒരു പരമമായ ശക്തിയാണ്. അതുകൊണ്ട് ആ അള്ളാഹിനെ കുറിച്ച് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് അള്ളാഹു എന്ത് പറഞ്ഞു തന്നോ അത് മാത്രം നമ്മൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക, വിശ്വസിക്കുക. അതൊരിക്കലും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചിന്തിച്ചു സമ്പൂർണമായി ഉൾക്കൊള്ളുക, അറിയുക എന്നുള്ളത് നമുക്ക് സാധ്യമല്ല. അതുകൊണ്ടാണ് അതിനെക്കുറിച്ചൊക്കെ എന്ത് പറയുന്നത്? അത് മുതശാബിഹായത് എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ്. മനസ്സിലല്ലേ? അപ്പൊ എന്താണ് നമുക്ക് പറഞ്ഞു തരാത്ത കാര്യങ്ങൾ നമ്മൾ ഇതിന്റെ പിറകെ പോകാതിരിക്കുകയാണ് നല്ലത്. ഇനി ചെറിയൊരു പ്രശ്നം ഉണ്ട്. നിങ്ങൾ അങ്ങനെ മുസാഫൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. വമാ യഅലമു തഅ്വീലഹു ഇല്ലല്ലാഹ്, അള്ളാഹുവിനല്ലാതെ അതിന്റെ വ്യാഖ്യാനങ്ങൾ അറിയുകയില്ല. അതിന് തൊട്ട് ശേഷം വരുന്നത് വറാസിഖൂന ഫിൽ ഇൽമി. എന്താണ് വറാസിഖൂന ഫിൽ ഇൽമി? അത് വിജ്ഞാനത്തിൽ എന്താണ്? അവഗാഹമുള്ളവർ. വിജ്ഞാനത്തിൽ എന്താണ്? ഏറ്റവും അവഗാഹമുള്ള ആളുകൾ, ഏറ്റവും നന്നായി ബുദ്ധിയും വിവരവുമൊക്കെ അടിയുറച്ചവർ, ഊണ്ടുപിടിച്ചവർ. അപ്പൊ ഏറ്റവും നല്ല വിജ്ഞാനമുള്ളവർ എന്നാണ്. അപ്പൊ അതിന്റെ വ്യാഖ്യാനം അള്ളാഹ്ക്കും ഏറ്റവും നല്ല നന്നായി അറിയുന്ന വിവരമുള്ളവർക്കും മാത്രമേ അറിയൂ എന്നാണ് ചേർത്ത് ഓതിയാൽ അർത്ഥം വരിക. എങ്ങനെ ചേർത്ത് ഓതിയാൽ? വമാ യഅലമു തഅ്വീലഹു ഇല്ലല്ലാഹു വറാസിഖൂന ഫിൽ ഇൽമ്. നേരെ മറിച്ച് അള്ളാഹ്ക്ക് മാത്രമേ തഅ്വീൽ അറിയുള്ളൂ, വ്യാഖ്യാനം അറിയുള്ളൂ എന്ന് പറയണമെങ്കിൽ ഇല്ലല്ലാഹ് അവിടെ നിർത്തണം. പിന്നെ അടുത്തത് തുടർന്ന് വരുന്നേക്ക് ചേർക്കണം. വറാസിഖൂന ഫിൽ ഇൽമി യഖൂലൂന ആമന്നാ ബിഹി. വിജ്ഞാനത്തിൽ അഗാധതയുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു? യഖൂലൂൻ, അവർ പറയുന്നു, ആമന്നാ ബിഹി, ഞങ്ങൾ അതിൽ വിശ്വസിക്കുന്നു. അവിടെ വലിയൊരു തത്വമുണ്ട്. എന്താ അറിയോ? നമ്മൾ ശരിയായ ഒരു വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം ചെറിയൊരു സംശയം വന്നാൽ മതി. വളരെ ചെറിയൊരു സംശയം വന്നാൽ നമ്മളെ വിശ്വാസം തകരാറാവും. ചെറിയൊരു ചിന്ത മതി വിശ്വാസത്തിലേക്ക് വരാൻ, ചെറിയൊരു സംശയം മതി വിശ്വാസത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ? പോകാൻ. അപ്പൊ നമ്മളെന്താ വെച്ചാൽ അങ്ങനത്തെ ഒരു സംശയം നമ്മളെ മനസ്സിൽ വന്ന് പോകുന്നു, അങ്ങനെ നമ്മൾ വഴികേടിലായി പോവുക. ശരി, 10, 25, 30 കൊല്ലൊക്കെ നിസ്കാരവും ഇബാദത്തൊക്കെ ചെയ്ത ഒരാൾ ഒരു സുപ്രഭാതത്തിൽ ഇതൊക്കെ ശരിയല്ല എന്ന് വിശ്വസിച്ച് പോയാൽ അയാളെ നഷ്ടത്രയാണ്. അപ്പൊ നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യം അതല്ലേ? നിങ്ങൾ വെറുതെ അടിച്ച് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന സാമ്പത്തികവും സൗകര്യവുമായിട്ടുള്ള ജീവിതത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ദിവസം കൊണ്ട്, ഒരു സെക്കൻഡ് കൊണ്ട് നമ്മൾ മറ്റൊരവസ്ഥയിലേക്ക് മാറ്റപ്പെടുക. അത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? അതിനേക്കാളും ഭയാനകമാണ് എന്ത്? നമ്മൾ സ്വീകരിച്ചെത്തിയ ഒരു ഹിദായത്തിൽ നിന്ന്, ഒരു ഇസ്ലാമിൽ നിന്ന്, നന്മയിൽ നിന്ന് നമ്മളൊരു സംശയത്തിന്റെ പേരിൽ എന്ത് ചെയ്യുക? പുറത്തു പോവുക എന്നാണ്. അപ്പൊ നമ്മൾ അള്ളാഹിനോട് കാവലിനെ ചോദിക്കേണ്ട ഒരു കാര്യമാണ് എന്നാ പറഞ്ഞത്. അതുകൊണ്ടാണ് ശരിക്കും ഇതിൻ്റെയൊക്കെ പൊരുളറിയുന്ന നല്ല അടിയുറച്ച വിശ്വാസമുള്ള അറിവുള്ള ആളുകൾ എന്ത് പറയും? യഖൂലൂന ആമന്നാ ബിഹി. യഖൂലൂന, അവർ പറയും, ആമന്നാ ബിഹി, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയും. അപ്പൊ എന്താ അറിയോ? ഇത് ശരിയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? അത് ശരിയാണെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് സംശയം വന്നാലും നമ്മൾ എത്ര ചിന്തിക്കേണ്ടുള്ളൂ? ഇത് ശരിയാണല്ലോ. അപ്പൊ അതിനൊരു വ്യാഖ്യാനം ഉണ്ടാവും, അതിനൊരു വിശദീകരണം ഉണ്ടാവും. ഫമാദ ബഅദൽ ഹഖ് ഇല്ല ദലാൽ. സത്യത്തിനപ്പുറത്ത് അസത്യം മാത്രമേ ഉള്ളൂ. സത്യത്തിനപ്പുറത്ത് അപ്പൊ എന്ത് സംശയം ഉണ്ടായാലും അത് നമുക്കറിയാത്തത് കൊണ്ടുള്ള സംശയമെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അല്ലാതെ ഉത്തരം അന്വേഷിക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് ഉത്തരം കിട്ടും. അറിയണ ഒരാളെടുത്ത് എത്തുന്നത് വരെ നമ്മളൊരു സംശയത്തിന്റെ പേരിൽ നമ്മൾ ആശയക്കുഴപ്പമുണ്ടായി പോകാൻ പാടില്ല. ഇത് ശരിയാണല്ലോ, അപ്പൊ ഇതിനൊരു തൃപ്തികരമായ വിശദീകരണം ഉണ്ടാകും എന്നെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ഉറച്ചു വിശ്വസിക്കുകയും വിചാരിക്കുകയും വേണം. സൂറത്ത് ആലുംറാന്റെ വ്യാഖ്യാനത്തിൽ നാസിർ സാദി റഹ്മുല്ല അത് പറയുന്നുണ്ട്. ഫമാദ ബഅദൽ ഹഖ് ഇല്ല ദലാൽ.
എന്ന ആയത്ത് കൊടുത്തിട്ട് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. എന്തറിയോ, നമ്മൾ വിവരമില്ലാത്ത ആൾക്കാരാകണോണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു സംശയം ഉണ്ടാകാതെക്കൂലാന്ന്. പക്ഷെ ആ സംശയം വരുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താണ്? ഇപ്പൊ മാതാ ബാദൽ ഹക്കി ഇല്ല ദലാൽ എന്ന് ആലോചിക്കുക. ഇത് സത്യമാണല്ലോ. അപ്പോ സത്യത്തിനപ്പുറത്ത് അസത്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിലെന്തോ പ്രശ്നം ഉണ്ടാവും. അതൊന്നും കൂടി പഠിച്ചാൽ എനിക്ക് മനസ്സിലാവും എന്ന് വിചാരിച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ ഇത്ര കാലം ജീവിച്ചിട്ട് എന്തെങ്കിലും ഒരു ഇസ്ലാമികമായ ഒരു വിഷയത്തിൽ നമുക്കൊരു ഡൗട്ട് ഉണ്ടായിട്ട് നമ്മളത് അന്വേഷിച്ചിട്ട് നമുക്ക് അതിന് തൃപ്തികരമായ ഒരു മറുപടി കിട്ടാതെ വന്നിട്ടില്ല. ഈ കാലം വരെ വന്നിട്ടില്ല. തൃപ്തികരമായൊരു മറുപടി ഉണ്ടാവും. പക്ഷെ നമ്മൾ കണ്ടെത്താത്തത് കൊണ്ട് അതിന് ഉത്തരമില്ലെന്ന് വിചാരിക്കുന്നത് എന്തല്ല, ശരിയല്ലല്ലോ. നമുക്കറിയാത്തത് കൊണ്ട് അതിന് ഉത്തരമുണ്ടാകില്ലെന്ന് അതാണ് എല്ലാവരും വിചാരിക്കുന്നത്. എനിക്കറിയില്ല അതുകൊണ്ട് അതിന് ഉത്തരം ഉണ്ടാവില്ല. അങ്ങനെയാണോ? എനിക്കറിയില്ലെങ്കിലും അതിന് ഉത്തരമുണ്ട്, ആ ഉത്തരം ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കലാണ് ഏറ്റവും നല്ലത്. കുല്ലും മിൻ ഇൻദി റബ്ബിന, എല്ലാം ഞങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ളതാണ്. എല്ലാം ഞങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ളതാണ്. ഈ മുഹ്കമും മുത്തശാബിയും ഒക്കെ പടച്ചോനല്ലേ തന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കതിലെന്തില്ല, ഒരു സംശയവുമല്ല. അതുകൊണ്ട് അതിലൊരു വൈരുദ്ധ്യവും ഉണ്ടാവില്ല, അതിലൊരു അവ്യക്തത ഉണ്ടാവില്ല. എല്ലാം അള്ളാഹു തന്നെയാണ് പറയുന്നത് എന്ന നിലക്ക് എന്ത് ചെയ്യും, ഞങ്ങൾ എല്ലാത്തിലും വിശ്വസിച്ചിരിക്കുന്നു എന്നവർ പ്രഖ്യാപിക്കും. ഇപ്പൊ സാധാരണ മനസ്സിന് വസ്വാസുകളും സംശയങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് നമ്മുടെ മനസ്സിനോട് നമ്മൾ പറയാ, ആമൻതു ബില്ലാഹി വ റസൂലിഹി, ഞാൻ അള്ളാഹു റസൂലും വിശ്വസിച്ചു, എനിക്കതൊക്കെ വിശ്വാസമാണ്, എനിക്കതിലൊന്നും ഒരു സംശയമില്ല. നമ്മളെ മനസ്സിനോടൊന്ന് പറയാ, ആമൻതു ബില്ലാഹി വ റസൂലിഹി എന്നൊന്ന് പറയാ കേട്ടോ. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ അറിവിന് പരിമിതി ഇല്ലതുകൊണ്ടേ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവില്ല എന്നൊന്നും പറയാൻ പറ്റൂല. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഇതൊരു സത്യമാണ്. എത്രയോ ആളുകൾ സ്വീകരിച്ച് എല്ലാ നിലക്കുള്ള ആശയക്കുഴപ്പങ്ങളെയും തീർത്തു കൊടുത്ത് ഏതു തരത്തിലെ സംശയങ്ങൾക്കും മറുപടി പറഞ്ഞു പോയൊരു കാര്യമാണ്. വമാ യദ്ദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്, സൽബുദ്ധിയുള്ളവരല്ലാതെ ഉറ്റാലോചിക്കുന്നതല്ലതാണെന്നാണ്. നല്ല ബുദ്ധിയുള്ള ആൾക്കാരെ, ശരിയായി ചിന്തിക്കുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യുള്ളൂ, ആലോചിക്കുള്ളൂ. അപ്പൊ ആലോചിച്ച് ചിന്തിച്ച് മനസ്സിലാക്കുന്നവർക്ക് ഏറ്റവും തൃപ്തികരമായിട്ടുള്ള മറുപടികളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചുരുക്കം കേട്ടോ. ഇനി നോക്ക് നിങ്ങൾ അതിൻ്റെ ഒരു ചേർച്ച. തൊട്ടടുത്ത ആയത്തെന്താ നോക്ക്. ഒരു ചെറിയ പേടി നമ്മളൊക്കെ മനസ്സിലിത് ശ്രദ്ധിച്ചോൽക്കുണ്ടായി. പടച്ചോനെ, എന്തെങ്കിലും വല്ല ആശയക്കുഴപ്പമുണ്ടായി ഞാനേറ്റ വല്ല കൺഫ്യൂഷനും ആയി പോകുമോ, ഒരു പേടി ഉണ്ടാവില്ലേ മനസ്സിക്ക് കേൾക്കുമ്പോൾ അല്ലേ? ആ പേടി ഉണ്ടാവുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് എന്ത്? അടുത്ത വരി, റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. റബ്ബന, ഞങ്ങളുടെ നാഥ, ലാ തുസിഗ് ഖുലൂബന, ലാ തുസിഗ് ഖുലൂബന, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തെറ്റിക്കരുത് എന്നാണ്. തുസിഗ് എന്ന് പറഞ്ഞാൽ തെറ്റിച്ച് കളയാം. ഫലമ്മ സാഹു അസാഖല്ലാഹു ഖുലൂബഹും, അവർ തെറ്റിപ്പോയപ്പോൾ അവിടെ ഹൃദയങ്ങളെ അള്ളാഹു തെറ്റിച്ച് കളഞ്ഞു എന്നാണ്. അപ്പൊ ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തെറ്റിച്ച് കളയരുതേ. ബഅദ ഇദ് ഹദൈതന, ഞങ്ങളെ സന്മാർഗത്തിലാക്കിയതിനു ശേഷം, ഞങ്ങൾക്ക് ഇസ്ലാമിനെ തന്ന് ഹിദായത്തിനെ തന്ന് നേർമാർഗത്തിലെത്തി ജീവിക്കുന്ന ഞങ്ങളെ നീ എന്ത് ചെയ്യരുത്, ഹൃദയങ്ങളെ നീ തെറ്റിച്ച് കളയരുത്. അപ്പൊ നമ്മളിപ്പോ ഒരു നല്ല വഴിക്കായി കഴിഞ്ഞാൽ അതിൽ തന്നെ ഉണ്ടാവും, ഇനി പ്രശ്നമൊന്നുമില്ല എന്ന് വിചാരിക്കണ്ട. ഏത് സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവാം, നമ്മൾ വഴിമാറിപ്പോവാം, ഇതിനൊക്കെയുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് പടച്ചോനോട് പറയാണ്, റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, വഹബ് ലനാ, ഞങ്ങൾക്ക് നീ നൽകണം, മിൻ ലദുൻക, നിന്റെ അടുക്കൽ നിന്ന്, റഹ്മത്തൻ, കാരുണ്യത്തെ നീ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, കാരുണ്യത്തെ നീ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, തരണം എന്നാണ്. ഐ അളീമത്തൻ, റഹ്മത്തൻ അളീമത്തൻ തുവഫിഖുനാ ബിഹാ ലിൽ ഖൈറാത്ത് വതുഅസിമുനാ ബിഹാ മിൻ മുൻകറാത്ത്, നന്മകൾ ചെയ്യാനുള്ള മനസ്സുണ്ടാകുന്ന, തിന്മകളിൽ നിന്ന് സുരക്ഷിതരാകാൻ കഴിയുന്ന അതിനുള്ളൊരു അനുഗ്രഹം നീ ഞങ്ങൾക്ക് തരണം.
അള്ളാഹിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ത്? അള്ളാഹ് തരുന്ന റഹ്മത്താണ് നല്ലത് ചെയ്യാനുള്ള മനസ്സിനുള്ള പ്രചോദനം, തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുവാനുള്ള മനസ്സ്. അത് നീ ഞങ്ങൾക്ക് തരണേ എന്നാണ്. ഇന്നക അൻതൽ വഹാബ്, അള്ളാഹിന്റെ പേരാണ് വഹാബ്. എന്താ വഹാബ്? അത്യധികമായി നൽകുന്നവൻ. അത്യധികമായി നൽകുന്നവൻ അള്ളാഹിന്റെ വിശേഷനാണത്. അള്ളാഹ് കണക്കില്ലാതെ കൊടുക്കുന്നു. വാസിഉൽ അതായ വൽ ഹിബാത്ത്, പടച്ചോൻ കൊടുക്കുന്നതിന് ഒരു കണക്കുണ്ടാവില്ല. കസീറുൽ ഇഹ്സാൻ അല്ലദി അമ്മ ജൂദക ജമീഅ അൽ ബരിയാത്ത്, എല്ലാ സൃഷ്ടികളിലും അവന്റെ അള്ളാഹ് കൊടുത്തതിന് വല്ല കണക്കുണ്ടോ? അള്ളാഹു എല്ലാ ജീവജാലങ്ങൾക്കും അള്ളാഹു കൊടുത്തു. നമുക്കൊക്കെ എത്ര തന്നത്? തരാത്തതിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ് പ്രശ്നം എന്നാണ്. അങ്ങനെ ഈ സൂറത്ത് നമ്മളെ ഈ സൂറത്ത് തന്നെ ഉണ്ട്, ഇനി വരാൻ പോകുന്നുണ്ട്. അതായത് ഉഹദ് യുദ്ധം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും പരാജയപ്പെട്ട യുദ്ധമാണ്. നബിന്റെ പല്ല് പൊട്ടി, തലക്ക് മുറിവായി. നബി പറഞ്ഞില്ലേ, ഈ പ്രവാചകനെ മുറിവേൽപ്പിച്ച ജനത എന്ന് പറഞ്ഞ നബി എന്ത് ചെയ്ത് പറഞ്ഞു? ആ ഉഹദിനെ കുറിച്ച് പറയുന്നതിന്റെ ഇടയിൽ അള്ളാഹു ബദർ യുദ്ധം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഉഹദ് യുദ്ധത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ ബദർ യുദ്ധത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ബദർ യുദ്ധം എന്ന് പറഞ്ഞാൽ ഒരു തയ്യാറെടുപ്പും ഇല്ലാതിരുന്നിട്ട് വിജയം കിട്ടിയ യുദ്ധമാണ്. അപ്പം പരാജയത്തിൽ നിൽക്കുമ്പോഴും മുമ്പ് തന്നൊരു വിജയത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കണം. എന്തിനാ അറിയോ? അപ്പം നമുക്കൊരു മനസ്സമാധാനം കിട്ടും. എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെന്താ വെച്ചാൽ, നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ വിചാരിച്ചല്ലാതെ വിചാരിച്ച് നടന്നുപോയ കുറേ സംഭവങ്ങൾ നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു സമാധാനം കിട്ടുന്നതാണ് അതിൻ്റെ ഓർമ്മപ്പെടുത്തൽ. ഇവിടെ ഈ നല്ലവരായ വിശ്വാസികളുടെ എന്ത് ചെയ്യാണ് ഗുണങ്ങളാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ശരിയായ നല്ല വിശ്വാസികളായ ആളുകളുടെ ഗുണങ്ങൾ ഇവിടെ എണ്ണി പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ പഠിച്ചില്ല. അതിൽ ഒന്നാമത്തെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിലേക്ക് എത്തുന്ന അറിവ്. ഒരു മനുഷ്യന് കിട്ടേണ്ട, ഒരു നല്ല മനുഷ്യനുണ്ടാവേണ്ട യോഗ്യതകളാണെന്ത്? അള്ളാഹുവിനിലേക്ക് എത്തുന്ന അള്ളാഹുവിൻ്റെ നിയമങ്ങളെക്കുറിച്ചൊക്കെയുള്ള നല്ല അറിവ്. രണ്ടാമത്തേത് അവഗാഹം. അറിയുന്ന വിഷയങ്ങൾ എന്ത് ചെയ്യുക? വളരെ അടിസ്ഥാനപരമായും വളരെ കൃത്യതയോടുകൂടെയും പഠിക്കുക. റുസൂഖ് ഫിൽ ഇൽം എന്ന് പറയും, ശരിക്ക് പഠിക്കുക. പിന്നെ മൂന്നാമത്തെ കാര്യം എന്താണ്? എന്ത് വിശ്വാസപരമായി പറഞ്ഞെന്നാലും അത് സംശയമില്ലാതെ അംഗീകരിക്കുക. അതാണ് മൂന്നാമത്തത്. ആമന്നാ ബിഹി കുല്ലും മിൻ ഇൻദി റബ്ബിന. നാലാമത്തത് എന്ത് ചെയ്യാം? ഈ സത്യത്തിൽ നിന്ന് തെറ്റിപ്പോകുമോ എന്ന ഭയം കൊണ്ട് അള്ളാഹുവോട് നമ്മൾ അതിന് കാവലിന് തേടുക, വിട്ടുവീഴ്ച തേടുക. അഞ്ചാമത്തേത് ഇഅ്തിറാഫുഹും ബിമിന്നത്തില്ലാഹി അലൈഹിം, അള്ള തന്ന അനുഗ്രഹങ്ങളെ നമ്മൾ അംഗീകരിക്കുക. പടച്ചോനെ എന്നീ കണക്കില്ലാത്തത് എനിക്ക് തന്നിട്ടുണ്ട് എന്ന് അംഗീകരിക്കുന്നൊരു മനസ്സ് കേട്ടോ. അതേപോലെ തന്നെ എന്താണ്? എല്ലാ തിന്മകളിൽ നിന്നും തന്നെ തടുക്കണം എന്ന് അള്ളാഹുവോടുള്ള ആവശ്യപ്പെടും. ചോദ്യം, അള്ളാഹിൻ്റെ വഹാബ് എന്നുള്ള നാമം വെച്ചിട്ട് അള്ളാഹിനോട് ചോദിക്കാം. ഏഴാമത്തത് ഇനി പറയാൻ പോകുന്നതാണ് എന്ത്? പരലോകത്തിലുള്ള അവരുടെ ഉറച്ച വിശ്വാസം. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അള്ളാഹിൻ്റെ അടുക്ക് റബ്ബന ഇന്നക ജാമിഉന്നാസ്, ഞങ്ങളുടെ രക്ഷിതാവേ തീർച്ചയായും നീ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുന്നവനാണ്. ജനങ്ങളെ എല്ലാവരെയും നീ ഒരുമിച്ച് കൂട്ടും. ലിയൗമിൻ, ഒരു ദിവസം, ലാ റൈബ ഫീഹി, അതിന് സംശയമില്ല, സന്ദേഹമില്ലാത്ത ഒരു ദിനത്തിൽ ജനങ്ങളെയെല്ലാം ഒരുമിച്ച് കൂട്ടുന്നവനാണ് നീ. ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്, അള്ളാഹു ഒരിക്കലും വാഗ്ദത്തം ലംഘിക്കുകയില്ല. പരലോകണ്ടതിലെ ഏറ്റവും വലിയ തെളിവാണത്. പരലോകമുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. എന്താ അറിയോ? ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ കാലത്തിലിടക്ക് എത്രയോ വിശ്വാസികൾ എന്ത് ചെയ്തിട്ടുണ്ട്? ദാനധർമ്മങ്ങൾ ചെയ്തു, നിസ്കരിച്ചു, സദക്ക കൊടുത്തു, രക്തസാക്ഷിത്വം വരിച്ചു. എന്താണ്? അള്ളാഹ് സ്വർഗം കൊടുക്കുമെന്ന് പറഞ്ഞിട്ടല്ലേ അവരതൊക്കെ ചെയ്തത്? അള്ളാഹിന്റെ വാക്ക് വിശ്വസിച്ചിട്ടാണ് അവരാ ത്യാഗങ്ങളൊക്കെ ചെയ്തത്. എന്നിട്ട് അവർക്ക് സ്വർഗം കൊടുക്കാതിരിക്കുമോ പടച്ചോൻ? അങ്ങനെ ഒരു പരലോകവും സ്വർഗമൊക്കെ ഇല്ലാതിരുന്നാൽ എത്രത്തോളം വലിയ വാക്ക് ലംഘനമായിരിക്കും അത്. അതുകൊണ്ട്
അള്ളാഹുവിൻ്റെ ആ വാക്കിനെ വിശ്വസിച്ച് കോടിക്കണക്കിന് ആളുകൾ ജീവിതത്യാഗം ചെയ്തതുകൊണ്ട് ആ വാക്കൊരിക്കലും ഒരിക്കലും പാഴായി പോകില്ല. അതാണ് ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്. അള്ളാഹു തൻ്റെ വാഗ്ദത്തം ലംഘിക്കാത്തവനാണെന്ന്. അള്ളാഹു തൻ്റെ വാഗ്ദത്തത്തിന് എതിര് പ്രവർത്തിക്കൂല. അതുകൊണ്ട് അത് വിശ്വസിച്ച ആളുകൾക്ക് അത് ലഭിക്കുക തന്നെ ചെയ്യും എന്നർത്ഥം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هو الذي أنزل عليك الكتاب منه آيات محكمات هن أم الكتاب وأخر متشابهات فأما الذين في قلوبهم زيغ فيتبعون ما تشابه منه ابتغاء الفتنة وابتغاء تأويله وما يعلم تأويله إلا الله والراسخون في العلم يقولون آمنا به كل من عند ربنا وما يذكر إلا أولو الألباب ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا إنك جامع الناس ليوم لا ريب فيه إن الله لا يخلف الميعاد.